പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിക്ക് അടുത്താണ് കേട്ടോ. നിങ്ങൾക്കിത് ആ ബാക്ക് സൈഡിൽ കാണാം, ഒരുപാട് താറാവുകൾ ഇങ്ങനെ കുളിക്കലും അതുപോലെ തന്നെ കുറേയൊക്കെ അധികം താറാവ് കുളി കഴിഞ്ഞിട്ട് ഇങ്ങനെ മേലെ കയറി കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മണിയായിട്ട് അങ്ങനെ നിന്നിട്ട് എന്താണ് താറാമുട്ട വിൽക്കുന്നുണ്ട്. ഒരുപാട് താറാമുട്ട അദ്ദേഹത്തിൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു വഴി പോകുന്നവർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എത്ര താറാവുണ്ട് ഇവിടെ? അത് 1500. അവിടെ ഇങ്ങനെ താറാവുകൾ കൂട്ടത്തോടെ നിൽക്കുക കേട്ടോ. ഇവര് വന്ന സമയത്ത് ഇവിടെ കുളിക്കാറുങ്ങോ? അങ്ങനെ ആദ്യം കുളിയാ. നമ്മുടെ കൂട് കാണുന്നത് എവിടെ? ദൂരെ കാണുന്ന അവിടെ ഇട്ട കൂട്. ഇവിടുന്ന് അങ്ങോട്ട് കാണാം, കണ്ട കാർപ്പായ ഇട്ടേക്കുന്ന അവിടെയാണ് കൂട് വരുന്നത് അല്ലേ? അപ്പൊ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. രാവിലെ ഇങ്ങോട്ട് പോരും. അങ്ങനെ കണ്ടത്തി കൂടെ ആറ്റി കൊണ്ടുവരുന്ന ഒരു 11, 12 മണിയാകുമ്പോ വെയിലൊക്കെ ഇരുന്നിട്ട് ചാലിറക്കിട്ട് നന്നായി അടിച്ച് കുളിക്കും. അവര് ഓട്ടോമാറ്റിക് അവരെ സമയം വന്നിട്ട് കയറി കുളിക്കൂലേ? തോരാണ്ട് പെയ്യല്ലേ മഴ, അത് നമുക്ക് ബുദ്ധിമുട്ടാവും. അതും താറാവിനും ക്ഷീണമാണ്. അതെ, മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുമ്പോഴോ മേലേക്ക് അടിക്കുമ്പോഴോ അപ്പൊ നമുക്ക് ഷെഡിലാക്കിയിട്ട് ടാർപ്പ് ഇടാൻ പറ്റും. അങ്ങനെ ഇട്ടെന്ന് വെച്ചാല് നമുക്ക് മുട്ടയിടാൻ പറ്റില്ല. അതെ, മുട്ടയിടണെന്ന് വെച്ചാല് പാർത്ത് നമ്മൾ കൊണ്ടുനടക്കണം. ശരി. മുട്ടയിടണതേ ഇവര് എവിടെ മുട്ടയിടണത്? നേരെ പാടത്ത് ഇറങ്ങിയിട്ട് ഒക്കെ പറക്കി നടക്കണോ? പാലത്തല്ല, കൂട്ടിലിടുവോ? അപ്പൊ അവർക്ക് ഏത് സമയത്ത് അങ്ങനെ? അത് രാത്രി നല്ല തീറ്റയിൽ നിൽക്കുന്ന താറാവ് രാത്രി 12 മണി കഴിഞ്ഞാൽ തൊട്ട് മുട്ടയിട്ട് തുടങ്ങും. അതെ, 12 മണി മുതൽ നേരെ വെളുക്കുമ്പോൾ മുട്ട പറിക്കാൻ മതിയോ? അത് ശരി. അല്ലാണ്ട് പാടത്ത് പറക്കി അവര് ഇറക്കുന്ന സമയത്ത് ഒന്നും മുട്ടയിടില്ല. കൂട്ടിൽ കയറിയാലാണ് അവരെ മുട്ട ഇടുന്ന സമയം. ഈ പാടത്ത് ഒന്നിട്ടേക്ക് ഇടും. അത് വല്ല താറാവിന് പോലെ കയറ്റിറക്കുമ്പോൾ പോലെ ചവിട്ടുള്ളു. അതുപോലെ ക്ഷീണം വരുമ്പോ ആ താറാവ് ചിലപ്പോ വ്യത്യാസം പാടത്ത് ചിലപ്പോഴൊക്കെ പാടത്തിടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കി നടക്കുമോ? അല്ല, അത് നമ്മൾ ആറ്റി പോകുമ്പോ കിട്ടും. വരമ്പത്തിൽ വെള്ളത്തിലോടില്ല കാരണം അപ്പൊ വലിയ പ്രശ്നമില്ല അല്ലേ? ഒരു ദിവസം ഇത് ഒരൊറ്റ ദിവസം കിട്ടുന്ന? അത് ഒരു ദിവസം കിട്ടിയതാ. ഒരു ദിവസം കിട്ടിയാണല്ലേ? ഓക്കെ. എത്ര താറാവുണ്ട് നമ്മുടെ അടുത്ത്? ഇതിപ്പോ 1500. 1500. അപ്പൊ 1500 താറാവ് മുട്ട ഇടുവോ? അല്ല, മറ്റേ ചാത്തന്മാരുണ്ട്. പിന്നെ അതില് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ 1000-800 ഗ്രാം മുട്ട വന്നതാ. ഇപ്പൊ ഈ മഴ തോരാണ്ട് പിടിച്ചോട് കൂടി മുട്ടയൊക്കെ പോയി ഇപ്പൊ ഒരു 300 അതെല്ലേ? ക്ഷീണാണ്. നമ്മള് അരിയും കൊടുക്കണേ. അരി കൊടുക്കണോ? 3 നേരം തീറ്റ കൊടുക്കണം. അത് ശരി. അപ്പൊ പാടത്തിറങ്ങിയോണ്ട് വലിയ തീറ്റ ഒന്നും കിട്ടുന്നില്ല. സമയത്തിന്റെ പ്രശ്നമാണോ? കൊയ്ത്തൊക്കെ വെച്ചാൽ കിട്ടും. അപ്പൊ പിന്നെ അധികം മുട്ട തീറ്റ കൊടുക്കണ്ട. ഇതെല്ലാ സീസണിലും ചെയ്യാൻ പറ്റുമോ? അതായത് വേനൽക്കാലത്തും ചെയ്യാം, അപ്പോഴും ചെയ്യാം. ഇത് നിർത്താതെ ചെയ്യൂലേ? ഞാൻ ഒരു 7 മാസം കഴിഞ്ഞാൽ നിർത്തും. പിന്നെ വേനൽക്കാലം നിർത്തി വെക്കുക. വേറെ എന്തെങ്കിലും കൃഷി ഉണ്ടോ? വേറെ പോത്ത് 2 പോത്തിനെ മേടിക്കും. എത്രണ്ണം? 2 അപ്പൊ അതിന്റെ സൈഡ് കൂടെ അത് സൈഡിൽ കൂടെ പോകും. പോത്തിന്റെ എണ്ണം കൂട്ടിയ നല്ലല്ലേ? അപ്പൊ എണ്ണം കൂട്ടാൻ പറഞ്ഞ പൈസ വേണല്ലോ, ഒരുപാട് പൈസ വേണം. നമ്മുടെ ഈ നാട്ടിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഫ്രഷ് താറാമുട്ട ആണെങ്കിൽ എവിടെ വരണോ? അതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ആൾക്കാർക്ക്. ഈ പുലയന്നൂര് അങ്ങോട്ട് പോകുമ്പോ എരുവപ്പെട്ടി, ഇവിടുന്ന് അങ്ങോട്ട് നേരെ നോക്കിയാ എരുവപ്പെട്ടി, ഇങ്ങോട്ട് പോയാ തള്ളം കേച്ചേരി. എന്ത് റേറ്റിനാണ് ഇപ്പൊ കൊടുക്കുന്നത് നമ്മുടെ ആൾക്കാർക്ക്? 12 രൂപ ഉള്ളൂ അല്ലേ? നമ്മുടെ കോഴിമുട്ടക്ക് എന്താ റേറ്റ്? ഇവിടെ ഇപ്പൊ 7 രൂപ അത്ര കാണുന്നു അല്ലേ? പക്ഷെ നല്ല ഔഷധ ഗുണമുള്ള ഒരു സംഭവല്ലേ? എന്താണ് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ അറിയോ? ഈ മൂലക്കുരുവിനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ടല്ലേ? അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കൊണ്ടുപോകും. കൊളസ്ട്രോള് വലിയ പ്രശ്നമില്ലാത്തൊരു സംഭവമാണ്. അത്ര മറ്റേന്റെ അത്ര ഉണ്ടാവില്ല, കോഴിമുട്ട അത്ര ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും മണിയേട്ടനെ ഒന്ന് ഇവിടെ വന്നിട്ട് വാങ്ങിയിട്ട് ഹെൽപ്പ് ചെയ്യാം.